പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ് തുടരുകയാണ്. കോൺകർ യുവർ ഫിയേഴ്സ്. നിങ്ങളുടെ ഭയത്തെ കീഴടക്കുക. ഹാവ് യു എവർ ഹാഡ് എ ഡ്രീം വെർ യു ട്രൈ ടു സ്ക്രീം ബട്ട് കുഡ് നോട്ട് ഈവൻ മേക്ക് എ സൗണ്ട്? ഇത്തരത്തിലുള്ള ഒരു സ്വപ്നം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ സ്വപ്നത്തിൻ്റെ സ്പെഷ്യാലിറ്റി, നിങ്ങൾ ആ സ്വപ്നത്തിൽ അലറി വിളിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ നിങ്ങളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഓർ ദാറ്റ് യു ട്രൈ ടു റൺ ബട്ട് യുവർ ഫീറ്റ് വുഡ് നോട്ട് മൂവ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്വപ്നം, നിങ്ങൾ ഓടാൻ ശ്രമിച്ചു, പക്ഷേ നിങ്ങളുടെ കാലുകൾ ചലിക്കുന്നില്ല. ഇൻ യുവർ ഡ്രീം, നോ മാറ്റർ ഹൗ മച്ച് യു വാണ്ട് ടു സ്ക്രീം ആൻഡ് റൺ, യു കാൻറ്റ് ബിക്കോസ് യു ആർ ഫ്രോസൺ വിത്ത് ഫിയർ. ഇൻ യുവർ ഡ്രീം, നോ മാറ്റർ ഹൗ മച്ച് യു വാണ്ട് ടു സ്ക്രീം ആൻഡ് റൺ, യു കനോട്ട് ബിക്കോസ് യു ആർ ഫ്രോസൺ വിത്ത് ഫിയർ. സ്വപ്നത്തിൽ നമ്മൾ എത്രത്തോളം അലറി വിളിക്കാൻ ശ്രമിച്ചാലും അതുപോലെ ഓടാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് കഴിയില്ല, കാരണം നിങ്ങൾ ഭയന്ന് മരവിച്ചിരിക്കുകയാണ്. ഇൻ ലൈഫ്, ഫിയർ ക്യാൻ ബി എ ഗ്രേറ്റ് ഹിൻഡറൻസ്. ജീവിതത്തിലെ ഭയം വലിയൊരു തടസ്സമാണ്. ഹിൻഡറൻസ് എന്ന് പറഞ്ഞാൽ തടസ്സം എന്നാണ് അർത്ഥം. അതൊരു വലിയൊരു തടസ്സമായേക്കാം എന്ന് പറയണം. ഫിയർ ക്യാൻ ബി ദ വൺ തിങ് വിച്ച് പ്രിവെൻറ്റ്സ് യു ഫ്രം ബീയിങ് ഹൂ യു വാണ്ട് ടു ബി ആൻഡ് ഡൂയിങ് ഓൾ യു വാണ്ട് ടു ഡു. നിങ്ങളുടെ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആവണമെന്ന് ആഗ്രഹിക്കുന്നു, അവയിൽ നിന്നെല്ലാം ഭയം നിങ്ങളെ തടയുന്നു എന്ന് പറയണം. ആസ് എ സ്പീക്കർ ഐ ഹാവ് ഗിവൻ 100 ഓഫ് പ്രസൻറ്റേഷൻസ്. ഈ ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ ഞാൻ 100 കണക്കിന് പ്രസൻറ്റേഷൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. ഐ എൻജോയ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് an audience and sharing my experiences. ആളുകളുടെ ഓഡിയൻസിൻ്റെ, ഒരു വലിയ ഓഡിയൻസിൻ്റെ മുന്നിൽ നിൽക്കാനും അതുപോലെ എൻ്റെ അനുഭവങ്ങൾ അവർക്ക് പങ്കുവയ്ക്കാനും ഞാൻ വളരെ ആസ്വദിച്ചിരുന്നു. അത്തരത്തിലുള്ളൊരു കാര്യം ഞാൻ വളരെ ആസ്വദിച്ചിരുന്നു. However, I have probably felt nervous because every presentation or speech I have given. ഏത് പ്രസൻറ്റേഷൻ്റെയും ഏത് സ്പീച്ചിൻ്റെയും മുന്നിൽ ഞാൻ ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും ഞാൻ നെർവസ് ആയിട്ടുണ്ട്. No matter how many times I do it, I still get butterflies in my stomach. എത്രത്തോളം പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു പ്രസൻറ്റേഷൻ്റെ മുന്നിൽ ഐ സ്റ്റിൽ ഗെറ്റ് ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക്ക്. ഒരു നല്ലൊരു ഇഡിയമാണ്, ഒരു ശൈലീ പ്രയോഗമാണ്. ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റമക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലീ പ്രയോഗം, മറന്നു പോകരുത്. ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റമക്ക് എന്ന് പറഞ്ഞാൽ, ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റമക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉത്കണ്ഠാകുലനാകാറുണ്ട്, ഞാൻ ആങ്ഷ്യസ് ആവാറുണ്ട്, അതുപോലെ ഞാൻ നെർവസ് ആവാറുണ്ട് എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റമക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ മലയാളത്തിലൊക്കെ ഉപയോഗിക്കുന്ന പൊന്നീച്ച പറക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ, ആ പ്രയോഗത്തിൻ്റെ തുല്യമായ അർത്ഥമല്ല ഇതിന്. ഞാൻ ആങ്ഷ്യസ് ആവാറുണ്ട് എന്നൊക്കെയാണ്. അപ്പം ഞാൻ ഒരുപാട് പ്രസൻറ്റേഷനൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ഒരു പ്രസൻറ്റേഷൻ പറയുമ്പം എനിക്ക് എന്താറുണ്ട്, ഭയം തോന്നാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആങ്ഷ്യസ് ആവാറുണ്ടായിരുന്നു എന്ന് പറയണം. മൈ പാംസ് ഗെറ്റ് സ്വെറ്റി ആൻഡ് മൈ ഹാർട്ട് ബീറ്റ് യൂഷ്വലി ഗോസ് അപ്പ് ഫോർ അറ്റ് ലീസ്റ്റ് ദ ഫസ്റ്റ് 5 minutes ഓഫ് മൈ സ്പീച്ച്. മൈ പാംസ് ഗെറ്റ് സ്വെറ്റി, അതായത് എൻ്റെ ഉള്ളംകൈ ചിലപ്പം വിയർക്കാറുണ്ട്. ആൻഡ് മൈ ഹാർട്ട് ബീറ്റ്സ് യൂഷ്വലി ഗോസ് അപ്പ് ഫോർ അറ്റ് ലീസ്റ്റ് ദ ഫസ്റ്റ് 5 minutes ഓഫ് മൈ സ്പീച്ച്. കൂടാതെ എൻ്റെ ഹൃദയമിടിപ്പ് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ്റെ അല്ലെങ്കിൽ എൻ്റെ സ്പീച്ചിൻ്റെ ആദ്യത്തെ 5 minute എൻ്റെ ഹൃദയമിടിപ്പ് ഉയരാറുണ്ട് എന്ന് പറയണം. ഈവൻ ദോ ഐ ഗെറ്റ് നെർവസ്, ഇറ്റ് ഡസൻറ്റ് പ്രിവെൻറ്റ് മീ ഫ്രം സ്പീക്കിംഗ്. ഞാൻ നെർവസ് ആവാറുണ്ടെങ്കിലും അതൊരിക്കലും എൻ്റെ പ്രഭാഷണത്തെ തടയാറില്ല എന്ന് പറയണം. ഫോർ മീ ദ റിവാർഡ് ഫാർ ഔട്ട് വെയ്സ് മൈ ആങ്സൈറ്റി ആൻഡ് ഫിയേഴ്സ്. എൻ്റെ ഭയത്തെയും അതുപോലെ ആങ്ഷ്യസിനെയുമൊക്കെ എനിക്ക് കിട്ടുന്ന ആ ഒരു റിവാർഡുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രതിഫലമൊക്കെ ആ പ്രതിഫലത്തെ എന്ത് ചെയ്യുന്നു, ഈ മൈ ആങ്സൈറ്റിയെയും അതുപോലെ എൻ്റെ ഭയത്തെയുമൊക്കെ അതിജീവിക്കുന്നു എന്ന് പറയാം. I am willing to stand in front of a million people and tell my story, even if I have to do it with butterflies and sweaty palms. ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നു, I am willing to stand in front of a million people. ഒരു ദശലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ ചെന്ന് നിൽക്കാനും അവരുടെ മുന്നിൽ എൻ്റെ കഥ പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഈവൻ ഇഫ് ഐ ഹാവ് ടു ഡു ഇറ്റ് വിത്ത് ബട്ടർഫ്ലൈസ് ആൻഡ് സ്വെറ്റി പാംസ്. എൻ്റെ കൈകളിൽ വിയർപ്പ് കണങ്ങൾ പൊടിയുമ്പോഴും അതുപോലെ ഞാൻ ആങ്ഷ്യസ് ആവുമ്പോഴും
ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കെന്താണ് ഒരു ദശലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് നടത്താൻ വേണ്ടി തന്നെയാണെന്ന് പറയണം. Some of my most memorable speaking experiences result from being raised in a traditional Baptist church. എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എൻ്റെ ഒരു പ്രഭാഷണ അനുഭവം യഥാർത്ഥത്തിൽ ഒരു ട്രഡീഷണൽ ബാപ്റ്റിസ്റ്റ് ചേർച്ചിൽ നടന്നിട്ടുള്ളതാണെന്ന് പറയണം. ആസ് എ ചൈൽഡ് ഐ വാസ് വെരി ആക്റ്റീവ് ഇൻ ദ ചർച്ച്. ഒരു കുട്ടി എന്ന നിലയിൽ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു പള്ളിയിൽ. സിംഗിങ് ഇൻ ദ choir ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഡിഫറെൻറ്റ് ചർച്ച് ആക്ടിവിറ്റീസ്. ഞാൻ കൊയറിൽ പാടാറുണ്ട്. അതുപോലെ ചേർച്ച് ആക്ടിവിറ്റീസിൽ പള്ളിയിലെ പല പ്രവർത്തനങ്ങളിലുമൊക്കെ പങ്കെടുക്കാറുണ്ട്. എവറി ഈസ്റ്റർ ആൻഡ് ക്രിസ്മസ് ഐ ഹാഡ് ടു ലേൺ ആൻഡ് റിസൈറ്റ് എ സ്പീച്ച്. എല്ലാ ക്രിസ്മസിനും അതുപോലെ ഈസ്റ്ററിനുമൊക്കെ ഞാൻ പഠിക്കാറുണ്ടായിരുന്നു ഒരു പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ പഠിക്കാറുണ്ടായിരുന്നു എന്ന് പറയണം. One particular Christmas I was scheduled to give my speech before we sang Away in a Manager. ഒരു ക്രിസ്മസിൽ ഞാനൊരു പ്രഭാഷണം ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ എൻ്റെ പ്രഭാഷണം ആദ്യവും അതിനുശേഷം എവേ ഇൻ എ മാനേജർ എന്ന ഒരു പാട്ടും ഉണ്ടായിരുന്നു. എവേ ഇൻ എ മാനേജർ എന്ന തുടങ്ങുന്ന ആ സോങ്ങും ഉണ്ടായിരുന്നു. പാടുന്നതിന് മുൻപെയാണ് ആ പ്രഭാഷണം. However, the mistress of ceremonies changed the order of the program and I was called to give my speech after we sang the song. എന്നിരുന്നാലും ആ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്ന മിസ്ട്രസ് പെട്ടെന്ന് കാര്യങ്ങൾ മാറ്റി. എന്താ മാറ്റിയത്? ഐ വാസ് കോൾഡ് ടു ഗിവ് മൈ സ്പീച്ച് ആഫ്റ്റർ വി സാങ് ദ സോങ്. ഞങ്ങൾ പാടിയതിന് ശേഷമാണ് എന്നോട് സ്പീച്ച് ചെയ്യാൻ പറയുന്നത്, അതിനുവേണ്ടി വിളിക്കുന്നത്. 4 weeks I had rehearsed and prepared for the moment. ആഴ്ചകളോളം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട് ആ ഒരു നിമിഷത്തിന് വേണ്ടി. Unfortunately, when I stood up to give my speech, my mind went blank. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ പ്രഭാഷണത്തിന് വേണ്ടി വന്ന് നിന്നപ്പോൾ മൈ മൈൻഡ് വെൻറ്റ് ബ്ലാങ്ക്. എൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു എന്ന് പറയണം. I knew my speech, but the only words that would come out of my mouth were the lyrics to Away in my Manager. Away in a Manager. ഞാൻ എൻ്റെ പ്രഭാഷണം എനിക്കറിയാം, പക്ഷേ ഞാൻ മൈക്കിൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ ബട്ട് ദ ഓൺലി വേർഡ്സ് ദാറ്റ് വുഡ് കം ഔട്ട് ഓഫ് മൈ മൗത്ത് വർ ദ ലിറിക്സ് ടു അവേ ഇൻ എ മാനേജർ. എൻ്റെ മുന്നിൽ എൻ്റെ വായിൽ നിന്ന് വരുന്ന ആകെ വരികളെന്ന് പറയുമ്പോൾ ആ വരികളാണ് അവേ ഇൻ എ മാനേജർ എന്നുള്ള ആ പാട്ടിലെ വരികളാണ് എൻ്റെ മുന്നിലേക്ക് വരുന്നത്. ആ പ്രസംഗം ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും പോലും. After several unsuccessful attempts to recall my speech, I reluctantly went back to my seat. After several unsuccessful attempts, പല ശ്രമങ്ങളും പരാജയപ്പെട്ട പല ശ്രമങ്ങൾക്കും ശേഷം, അൺസക്സസ്ഫുൾ മീൻസ് വിജയിക്കാനാവാത്ത, പരാജയപ്പെട്ട പല ശ്രമങ്ങൾക്കും ശേഷം, ടു റീകോൾ മൈ സ്പീച്ച്, ഞാൻ എൻ്റെ സ്പീച്ച് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും അതിലൊക്കെ പരാജയപ്പെട്ടു. ഐ റിലക്റ്റൻ്റ്ലി വെൻ ബാക്ക് ടു മൈ സീറ്റ്. റിലക്റ്റൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? മടിയോടെ. റിലക്റ്റൻ്റ്ലി എന്ന് പറഞ്ഞാൽ അത്രത്തോളം മടിയുണ്ട് എന്നിരുന്നാലും ഐ റിലക്റ്റൻ്റ്ലി വെൻ ബാക്ക് ടു മൈ സീറ്റ്. ഞാൻ എൻ്റെ സീറ്റിലേക്ക് തിരിച്ചു പോയി എന്ന് പറയണം. Recognizing that I was visibly upset, my great grandmother motioned me to step down from the car stand and meet her in the back. Recognizing that I was visibly upset, ഞാൻ അപ്സെറ്റ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ മൈ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, എൻ്റെ മുതുമുത്തശ്ശി, motioned me to step down from the choir and stand and meet her in the back. എൻ്റെ അടുത്തേക്ക് വന്നു എന്ന് പറയണം. motioned me to step down from the choir and stand and meet her in the back. Knowing how much I had practiced, she asked me what had happened. ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നവർക്കറിയാം. എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് എന്നോട് ചോദിച്ചു. When I told her my mind went blank, ഞാൻ എൻ്റെ മനസ്സ് ശൂന്യമാണെന്ന് അറിയിച്ചപ്പോൾ she asked me to take a deep breath and made my speech before her. അവരെന്നോട് പറഞ്ഞു,
ദീർഘനിശ്വാസം, ഒരു ശ്വാസം, നീണ്ട ശ്വാസം എടുക്കുക. അതിനുശേഷം നീ സ്പീച്ച് എൻ്റെ മുന്നിൽ പറയാൻ പറഞ്ഞു. Once I did, she asked me if I wanted to go back and give it another try. അങ്ങനെ ഞാൻ ചെയ്തു. She asked me if I wanted to go back and give it another try. അത് അവർ പറഞ്ഞു ഒന്നും കൂടെ തിരിച്ചു പോവുക, എന്നിട്ടൊന്നും കൂടെ ശ്രമിക്കാൻ പറഞ്ഞു. Eager to redeem myself, I returned to the choir stand. Eager to redeem myself, I returned to the choir stand, stood up in front of everybody who had seen me fail minutes before, and I delivered my speech perfectly. മിനിറ്റുകൾക്ക് മുമ്പേ ഞാൻ പരാജയപ്പെട്ട കണ്ട എല്ലാവരും ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് ചെന്നു. അതിമനോഹരമായിട്ട്, വളരെ ഗംഭീരമായിട്ട് ഞാൻ എൻ്റെ പ്രഭാഷണം നടത്തിയെന്ന് പറയണം. I don't believe that we fail when we miss the mark the first time. ഇവിടെ നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുകയാണ് എല്ലാ കുട്ടികൾക്കും. I don't believe that we fail when we miss the mark the first time. ഒരിക്കൽ നമ്മൾ പരാജയപ്പെടുക എന്നുള്ളത് എന്നേക്കുമായുള്ള ഒരു പരാജയമല്ല എന്ന് പറയുന്നത്. Believe that we fail when we miss the mark the first time, or the second, the third, or the fourth time. ഒരിക്കൽ പരാജയപ്പെടാം, രണ്ടാമത് പരാജയപ്പെടാം, മൂന്നാമത് പരാജയപ്പെടാം, നാലാമതും പരാജയപ്പെടാം എന്ന് പറയണം. True failure is when we give up or never attempt to hit the mark at all. നമ്മുടെ യഥാർത്ഥ പരാജയം എന്ന് പറയുന്നത് നമ്മൾ ആ ലക്ഷ്യത്തിൽ നിന്നും പിൻവലിയലാണ് എന്ന് പറയണം. Never attempt to hit the mark at all എന്ന് പറയണം. One of my favorite quotes comes from perhaps the greatest basketball player to ever play the game, Michael Jordan. He says, I had failed over and over again in my life, and that is precisely why I succeed. I have never been afraid to fail. ഇദ്ദേഹം മൈക്കൽ ജോർഡൻ എന്ന ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയറുടെ ഒരു കമൻറ്റിൽ നിർത്തുകയാണ്. ഹി സെസ്, ഐ ഹാവ് ഫെയിൽഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ഇൻ മൈ ലൈഫ്. ഒരുപാട് പ്രാവശ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് പ്രിസൈസ്ലി വൈ ഐ സക്സീഡ്. ഐ ഹാവ് നെവർ ബീൻ അഫ്രൈഡ് ടു ഫെയിൽ. ആ പരാജയം കൊണ്ടാണ് ഞാൻ വിജയിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ ഹാവ് നെവർ ബീൻ അഫ്രൈഡ് ടു ഫെയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും പരാജയത്തെ ഭയന്നിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. നല്ലൊരു മോട്ടിവേഷൻ എന്നാൽ സ്പീച്ചാണിത്. ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു ആർട്ടിക്കിളാണിത്. ഇത് ഐഷ വോൾഫോക്ക് മാനിങ് എന്ന വ്യക്തിയുടെ ഒരു ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളൊക്കെ എത്രത്തോളം പരാജയപ്പെട്ടാലും വീണ്ടും 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 ശ്രമിക്കണം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ആ ശ്രമത്തിൽ നമ്മളെപ്പോഴും വിജയിക്കും എന്ന് പറയുന്നു. പരാജയത്തിൽ നിന്ന് പിൻവലിയലാണ് നമ്മളുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ പോർഷൻ ഈ ഭാഗം നമ്മൾ നിർത്തുകയാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം. താങ്ക് യു വെരി മച്ച്.